തദ്ദേശ തെരഞ്ഞെടുപ്പ് പോരാട്ടം പടിവാതിൽക്കൽ എത്തി നിൽക്കുമ്പോഴും കണ്ണുകൾ നീളുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് തന്നെയാണ്. മൂന്നാം വട്ടവും കേരളം പിടിക്കാൻ LDF കച്ചകെട്ടുമ്പോൾ പിടിവിടാതെ UDF പിന്നാലെയുണ്ട്. എന്നാൽ ഇവിടെ UDFനെ കുഴപ്പിക്കുന്നത് 62 നിയമസഭാ മണ്ഡലങ്ങളാണ്. കാരണം ഈ 62ഉം ഏറെക്കുറെ LDF ഉറപ്പിച്ച മണ്ഡലങ്ങളാണ്. 2000-ന് ശേഷമുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പ് ചരിത്രം പരിശോധിക്കുന്നവർക്ക് അത് ബോധ്യമാകും. നിയമസഭാ മണ്ഡലം പുനർനിർണയത്തിൽ കോൺഗ്രസ് നോക്കി നിന്നപ്പോൾ തങ്ങൾക്ക് ആവശ്യമായ രീതിയിൽ അത് അനുകൂലമാക്കുവാൻ CPM-ന് സാധിച്ചു. അതിന്റെ ഫലമാണ് മുകളിൽ പറഞ്ഞ 62 സീറ്റുകൾ. ഈ കണക്കുകൾ കൃത്യമാണെങ്കിൽ വെറും 9 സീറ്റുകൾ അധികമായി പിടിച്ചാൽ ഇടതുപക്ഷത്തിന് അധികാരം പിടിക്കാം. അതേപോലെ തന്നെ UDF-നും ചില ഉറച്ച മണ്ഡലങ്ങളുണ്ട്. അത് പക്ഷേ ഏകദേശം 30 സീറ്റുകൾ മാത്രമാണ്. ബാക്കി വെറും 48 സീറ്റുകളാണ് കേരളം ആര് ഭരിക്കുമെന്ന് തീരുമാനിക്കുന്നത്. നിലവിൽ UDF-ന്റെ കയ്യിലിരിക്കുന്ന 10 സീറ്റുകൾ കഴിഞ്ഞ 2021-ലെ ഇലക്ഷനിൽ ചെറിയ മാർജിനിൽ ഇടതുപക്ഷത്തിന് നഷ്ടമായതാണ്. ആ സീറ്റുകൾ മിക്കതും ഇത്തവണ ഇടതുപക്ഷം തിരിച്ചു പിടിക്കുമെന്നും അതോടെ കേവല ഭൂരിപക്ഷത്തിന് മുകളിൽ ഇടതുപക്ഷം എത്തുമെന്നും ഉറപ്പാണ്. പെരിന്തൽമണ്ണ, തൃപ്പൂണിത്തുറ, ചാലക്കുടി, കടുത്തുരുത്തി, പെരുമ്പാവൂർ, കുണ്ടറ, മൂവാറ്റുപുഴ, എറണാകുളം, മങ്കട, പിന്നെ പേരാവൂരും ഇത്തവണ UDF-ന് നഷ്ടമാകുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത്. മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണ നിയമസഭാ മണ്ഡലത്തിൽ 2021-ൽ നജീബ് കാന്തപുരമാണ് മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയായി ജയിച്ചത്. വിജയം വെറും 38 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലായിരുന്നു. ഇടത് സ്വതന്ത്രൻ KPM മുസ്തഫയാണ് നേരിയ മാർജിനിൽ വീണത്. ഈ മണ്ഡലം ഇത്തവണ ഇടതുപക്ഷം ഉറപ്പായും തിരിച്ചുപിടിക്കും. 2026-ൽ BJPക്ക് കേരളത്തിൽ മുന്നേറ്റം ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. ഒരു മണ്ഡലം പിടിച്ചെടുക്കാൻ പര്യാപ്തമായ രീതിയിൽ വളരില്ലെങ്കിലും വോട്ട് വിഹിതം ഉയർത്തുമെന്ന് ഉറപ്പാണ്. UDF-ൽ അസ്വസ്ഥരായിരിക്കുന്ന ക്രൈസ്തവ വിഭാഗം അവരുടെ വോട്ടുകൾ BJPക്ക് മറിക്കുന്ന സാഹചര്യമുണ്ടെങ്കിൽ കളികൾ അപ്പാടെ മാറിമറിയും. ഇത്തവണ BJPക്ക് കേരളത്തിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത്. UDF അധികാരത്തിലെത്തിയാൽ ആരാകും ക്യാപ്റ്റൻ എന്നതിനെ ചൊല്ലിയുള്ള വടംവലി പുറത്തേക്ക് അധികം കാണുന്നില്ലെങ്കിലും ഉൾപോര് രൂക്ഷമാണ്. ആലപ്പുഴ MP കൂടിയായ KC വേണുഗോപാൽ സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് തിരികെ വരാനുള്ള ഒരുക്കത്തിലാണെന്നാണ് പ്രചരിക്കുന്ന വാർത്തകൾ. KCയുടെ വരവിൽ രമേശ് ചെന്നിത്തലയും VD സതീശനും അസ്വസ്ഥരാണ്. അടുത്ത തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് അധികാരത്തിൽ വരുമെന്ന കണക്കുകൂട്ടലുകൾക്കിടയിലാണ് നേതാക്കൾ തമ്മിലുള്ള വടംവലി കൂടുതൽ രൂക്ഷമാവുന്നത്. 62 സീറ്റുകൾ ഇടതുപക്ഷം ഉറപ്പിക്കുമ്പോൾ സമാനമായ രീതിയിലുള്ള അവകാശവാദങ്ങൾ കോൺഗ്രസ് ഉയർത്തുന്നില്ല. BJP ഉയർത്തുന്ന വെല്ലുവിളികൾ മറികടക്കാൻ തന്നെ വലിയ പണി ആവശ്യമാണ്. അതിനിടയിൽ സെമി ഫൈനലായ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മോശമല്ലാത്ത പ്രകടനം കാഴ്ചവെക്കേണ്ടതുണ്ട്. കയ്യിൽ നിന്ന് നഷ്ടമായ കൊച്ചി, തൃശൂർ കോർപ്പറേഷൻ ഭരണം തിരിച്ചുപിടിക്കാനും നേതാക്കൾ ഒറ്റക്കെട്ടായി നീങ്ങണമെന്നായിരുന്നു ഹൈക്കമാൻഡ് നിർദ്ദേശം. വയനാട്ടിൽ നടന്ന KPCC ഭാരവാഹികളുടെ യോഗത്തിൽ തിരുവനന്തപുരം മുതൽ കണ്ണൂർ വരെയുള്ള 6 കോർപ്പറേഷനുകളുടെ ചുമതലകൾ ഓരോ നേതാക്കൾക്കായി നൽകിയിരുന്നു. ജില്ലാ പഞ്ചായത്തുകളിലും നേതാക്കൾക്ക് ചുമതലകൾ നൽകിയിരുന്നു. എന്നാൽ നേതാക്കൾ തമ്മിലുണ്ടായ അഭിപ്രായ ഭിന്നതകൾ കാരണം ചുമതലക്കാരുടെ യോഗം ഒരിക്കൽ പോലും വിളിച്ചു ചേർക്കാൻ കഴിഞ്ഞിരുന്നില്ല. നേരത്തെ K. സുധാകരനെ മാറ്റി പുതിയ അധ്യക്ഷനെ നിയമിക്കാൻ ഹൈക്കമാൻഡ് തീരുമാനിച്ചത് പല മാറ്റങ്ങളും ലക്ഷ്യമിട്ടാണ്. 6 മാസത്തെ ചർച്ചകൾക്കൊടുവിൽ K. സുധാകരൻ മാറിയെങ്കിലും പുനഃസംഘടനയുമായി ബന്ധപ്പെടുന്ന തർക്കം ഇപ്പോഴും തുടരുകയാണ്. KPCC പുനഃസംഘടനയ്ക്ക് പുറമെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ പദവിയിലേക്ക് അബിൻ വർക്കിയെ പരിഗണിക്കാത്തതുമായി ബന്ധപ്പെട്ടുള്ള തർക്കങ്ങളാണ് ആദ്യം കോൺഗ്രസിലെ ഐക്യത്തെ തന്നെ തകർത്തത്.